തിയേറ്ററിൽ പോയിരുന്നു ഞാൻ. നമ്മുടെ ടർബോന്റെ തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ നെട്ടുപോയി, എന്താ റെസ്പോൺസ്. അയ്യോ ഞാൻ ഒരു ചെറിയ ആക്ടറല്ലേ, ഞാൻ ആരോ ഏട്ടാ. പ്രേമം അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ് അല്ലെങ്കിൽ ഉസ്താദ് ഹോട്ടൽ കാണുമ്പോൾ ഇത് നല്ല പടമാണ്. അപ്പോൾ ഗുഡ് സിനിമാസ്. ഐ തിങ്ക് മഹേഷിന്റെ പ്രതികാരം, ദീസ് ആർ ഗുഡ് സിനിമാസ്. ഐ നീഡ് ടു ഐ എം എൻജോയിങ് ദിസ് ഓൺ സ്ക്രീൻ. Friends will go and somebody will fall and they will rescue. That's one-liner. It's not the regular commercial one-liner, but how well they made the film, how well they shot, how well they they gave character to every single person. I think I would ask the world to watch that film. If cinema takes the responsibility, where does media takes the responsibility when they put thumbnail? Yes. Thumbnail-kum adinte content-kum bandha illatha thumbnail varum. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് പോകും? ഞാൻ ഒരിക്കലും ഹാപ്പിയൊന്നുമല്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഇനഫ്. വി ക്യാൻ ഡു എ ലോട്ട് ബെറ്റർ. വി ആർ ട്രൈങ് ടു ഡു ആസ് എ ഇൻഡസ്ട്രി, വി ആർ ട്രൈങ് ടു ഡു ബെറ്റർ ഫിൽംസ്. കാണാം നമുക്ക്. ഐ തിങ്ക് വിൽ ബി ഏബിൾ ടു ആൻസർ, അറ്റ്ലീസ്റ്റ് ഐ വിൽ ബി ഏബിൾ ടു ആൻസർ ആഫ്റ്റർ 5 years. നമസ്കാരം, ഇത് നമ്മുടെ കൂടെ ഉള്ളത് രാജ്ബി ഷെട്ടിയാണ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. The eggs forget but the tree remembers. അതെ. കോടാലി മറന്നാലും മരം മറക്കില്ല എന്നുള്ള ടാഗ്. കോടാലി വേർഡ് ഉണ്ടല്ലോ ഇവിടെ. കോടാലി തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു കാച്ചി ലൈനോടുകൂടെ രുധിരം എത്തുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു കാന്താരമൊക്കെ കേരളത്തിൽ കത്തി നിൽക്കുന്ന സമയത്താണ് രാജ്ബി ഷെട്ടി മലയാളത്തിൽ നായകനാകുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ വരുന്നതും ആളുകൾക്ക് ആ സമയത്ത് ഗരുഡയുടെ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതിൻ്റെ കൂടെ കന്നഡ സിനിമയോട് ഉണ്ടാകുന്ന ഒരു ആരാധനയുണ്ട്. അതിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടെ വരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ആസ് എൻ ആക്ടർ നിങ്ങൾ ആ സിനിമയിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ, അല്ലെങ്കിൽ അതിനകത്ത് ഇത് ചെയ്യണമെന്ന് തോന്നിച്ചൊരു ഫാക്ടർ എന്തായിരിക്കും? ക്യാരക്ടറാണ്. ഇവിടെ ഈ ഒരു മാത്യു ക്യാരക്ടർ ഒരു ഓർഡിനറി ഡോക്ടറാണ്. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു ചെറിയ വേദന ഉണ്ട്. പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറുമാണ് അവൻ. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കൈൻഡ് ഹ്യൂമൻ ബീങ്ങും പിന്നെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ റഗഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട് മാറും. അതെന്തിനാ മാറുന്നതാണ് ഈ പടത്തിൻ്റെ ഒരു സബ്ജക്റ്റ്. സോ അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് എക്സ്പെരിമെൻറ്റ് ഈ റോളിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യണം, അതെനിക്ക് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഈ പടം ചെയ്തു. ഓക്കെ, ഈ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് സെൻസിറ്റീവായിട്ട് തോന്നും. ഇപ്പം സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയുന്ന യോണർ തന്നെ ഒരു കഥയ്ക്കാണെങ്കിൽ ഏത് തരത്തിലേക്കും അതിനെ മാറ്റിയെടുക്കാവുന്ന, അതേസമയം അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചിലപ്പോൾ ആളുകളെ ട്രിഗർ ചെയ്തേക്കാവുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു യോണർ കൂടിയാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നതിൽ രുധിരം എത്രത്തോളം കെയർഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു? അത് ഈ സബ്ജക്റ്റ് വളരെ ഒരു തിൻ ലൈനാണ്. കുറച്ചും കൂടി ഇങ്ങനെ പോയാൽ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന പട ആയിട്ട് മാറും. അത് സെൻസിറ്റീവായിട്ട് ഒരു ഹാൻഡിൽ ചെയ്താൽ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിട്ട് മാറും. ഇപ്പോൾ പടം കാണുമ്പോൾ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിലെന്താ വെച്ചാൽ ഒരു തവണ ഡസ്റ്റിൻ ഹോഫ്മാൻ ആക്ടർ പറഞ്ഞു, എനിക്ക് ലൈഫിൽ ഒരു റോൾ ചെയ്യണം, അതാണ് ഹിറ്റ്ലറുടെ റോൾ എന്ന്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, അതെന്തിനാ ഹിറ്റ്ലറുടെ റോൾ ചെയ്യണം, അവനൊരു വലിയ ഡീമൺ അല്ലേ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, അവനൊരു മനുഷ്യനാണ്, അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം. ഒരു മനുഷ്യൻ അങ്ങനെ ഡീമനായിട്ട് മാറും. സോ അവൻ്റെ ജസ്റ്റിഫിക്കേഷൻ എന്താ? അതൊക്കെ ഇതിൽ ഈ പടത്തിൽ ആര് മാറും, അവരുടെ ജസ്റ്റിഫിക്കേഷൻ എന്താ, ഇല്ലെങ്കിൽ അവളുടെ ജസ്റ്റിഫിക്കേഷൻ എന്താ, ഇത് പടം കണ്ടാൽ മനസ്സിലാവും. ആ എക്സ്പ്ലോറേഷനാണ്. പിന്നെ ഈ ഫിലിം വയലൻസ് ഉണ്ട്, റിവെഞ്ച് അത് ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു ചോദ്യമായിട്ട് ഓഡിയൻസിക്ക് ഇത്ര വയലന്റ് ഹ്യൂമൻ ബീങ്സ് എന്തിനാ ആവുന്നത്? ഒരു ചെറിയ ഈഗോക്ക് വേണ്ടി, ഒരു ചെറിയ ഇൻസൾട്ടിന് വേണ്ടി. ആ ചോദ്യം അവരുടെ ഉള്ളിൽ വന്നാൽ ഓക്കെ, വി ഡോണ്ട് നീഡ് ടു ബിക്കം ലൈക്ക് ദീസ് പീപ്പിൾ. അങ്ങനെ വന്നാൽ നല്ലത്. അത് എപ്പോഴും ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ഈ റിവെഞ്ച് എന്ന് പറയുന്നതാണെങ്കിലും.
പെട്ടെന്ന് ഈഗോയെ ഹേർട്ട്. അതെ ഏത് സ്റ്റേജിൽ നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ എപ്പോ വേണമെങ്കിലും ആ ഈഗോ ഹേർട്ട് ആവാം, അതിനനുസരിച്ച് എക്സ്പ്രഷൻസ് മാറാം. ആ ഒരു ഫ്രജൈൽ ആയിട്ടുള്ള ആക്ടിനെ എങ്ങനെയാണ് ഡീൽ? ഇപ്പം ഗരുഡ മുതലുള്ള സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അത്തരം ഒരു ഫ്രജൈൽ ആയിട്ടുള്ള മാറ്റങ്ങൾ അതിൽ കാണാം. ഇതിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പ്രയോഗിക്കാറുണ്ടോ? എന്തെങ്കിലും ഈ ക്യാരക്ടർ തന്നെ ഡിഫറെന്റ് അല്ലേ? ഇപ്പോൾ ഇതുവരെ ഞാൻ അങ്ങനത്തെ ചെയ്തിട്ടില്ല. ഒരു സാമാന്യമായിട്ടൊരു ഡോക്ടർ, പക്ഷെ അവനക്ക് വേറെ വേറെ ഷെയ്ഡ് ഉണ്ട്. അത് എല്ലാവർക്കും അവൻ്റെതായ റീസൺസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എല്ലാ സീൻ ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആ പേഴ്സൺ വേണം. സോ അവൻ്റെ ഒരു കൈൻഡ്നെസ്സും കാണുന്നു, പക്ഷേ അവൻ്റെ കണ്ടാൽ മനസ്സിലാവില്ല ഓക്കെ ഇവൻ്റെ ഉള്ളിൽ ഒരു സ്ട്രെങ്ത്തും ഉണ്ട്, അത് കാണുന്നു. സോ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അതാണ് ഒരു സൈക്കോളജിക്കൽ സ്പേസിൻ്റെ എക്സ്പ്ലോറേഷൻ. അത് ചെയ്തിട്ടുണ്ട്. അത് ഓൺ സ്ക്രീൻ കാണോ ഇല്ലേ അത് നിങ്ങൾ പടം കണ്ടിട്ട് പറഞ്ഞു. ഇതില് ഒപ്പം അപർണ ബാലമുരളി ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ വരുന്നുണ്ട്. ഈക്വലി രണ്ട് ഹീറോയിൻ സെൻട്രിക് ആയിട്ടും ഹീറോ സെൻട്രിക് ആയിട്ടും പോകുന്നതാണെന്ന് തോന്നുന്നു. അതിൽ അവരുടെ പെർഫോമൻസ് ആണെങ്കിലും ഇറ്റ്സ് ലൈക്ക് വളരെ ഇൻറ്റൻസ് ആണ്. ഹൗ വാസ് ദറ്റ് എക്സ്പീരിയൻസ് വിത്ത് അപർണ ബാലമുരളി? ലൈക്ക് അവരുടെ ലൈക്ക് എക്സ്പ്രഷൻസ് ആണെങ്കിലും ഒക്കെ വൈഡ്ലി സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിനെ എങ്ങനെ കാണും? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ കൂടുതൽ നമുക്ക് കഥ റിവീൽ ചെയ്യാൻ പറ്റില്ല. ആക്ടറായിട്ട് നമുക്ക് ഒരു നല്ല കോ ആക്ടർ കിട്ടിയാൽ നമുക്ക് ഒരു നമ്മുടെ ജോലി ചെറുതായിട്ട് ആ റെസ്പോൺസിബിലിറ്റി കുറവാകും. ഇപ്പോൾ എനിക്ക് ദേഷ്യത്തിൽ നിങ്ങളുടെ കാണുന്നു, പക്ഷെ നിങ്ങളുടെ എക്സ്പ്രഷനിൽ ആ ഒരു പുച്ഛം വന്നാൽ എനിക്കത് ഈസി ആവും അല്ലേ? ഞാൻ ഒന്നും ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല. ഈ ക്യാരക്ടറായിട്ട് ഇവിടെ ഇഫ് ഐ സിറ്റ് ഓൾസോ ലൈക്ക് ഇഫ് ഐ സീ എ disgust in your face, I'll become angry. That becomes much more free to me. I think I am lucky to have good artists with me. Reciprocation ആണോ? അത് ആക്ടിങ് റിയാക്ഷൻ തന്നെയല്ലേ? രണ്ടുക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റും. ചില സമയത്തിൽ നമുക്ക് കോ ആക്ടർക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്റ്റിമുലി ഉണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു കാഴ്ചകൾ നമുക്ക് കാണുമ്പോൾ, മെമ്മറീസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ സ്റ്റോറി നമുക്ക് നമ്മുടെ ഉള്ളിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു റിയാക്ഷൻ വരും. എങ്ങനെ കണ്ടാലും റിയാക്ഷൻ തന്നെ അല്ലേ? ഇപ്പോൾ അത്ര നല്ല കോ ആക്ടർ കിട്ടിയാൽ നമുക്ക് അത് ഈസി ആയിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി കുറവാണ്. സോ ഐ തിങ്ക് ഐ വാസ് ലക്കി ടു വർക്ക് വിത്ത് അപർണ ആൻഡ് ഓൾ ദ ആക്ടേഴ്സ് ഹിയർ. ദേ ഡിഡ് സോ വെൽ. എനിക്കൊന്ന് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടെയായിരിക്കും അത്. കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നും മാറി ഒരു മലയാളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളില്ലേ? മുന്നേ പറഞ്ഞിട്ടുണ്ട് ഭാഷ അത്രയും പഠിക്കുമ്പോഴാണ് ആ സിനിമയിലേക്ക് ഇന്നാവുന്നത്, ടെക്നീഷ്യന്മാരോടൊക്കെ സംസാരിക്കാൻ കഴിയുമ്പോഴാണ്. ഇന്ന് അതിന്റെ ഒരു ഏർലി സ്റ്റേജിലാണ് രുധിരത്തിലേക്ക് എത്തുന്നത്. ഹൗ ഈസി ഓർ ഡിഫിക്കൽട്ട് വാസ് ദാറ്റ്? ഞാൻ എന്താ ചെയ്തു, ഇതിന്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് നമ്മുടെ ഇംഗ്ലീഷിലും മംഗ്ലീഷിലും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു. പിന്നെ നേറ്റീവ് സ്പീക്കർ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ടോബിയുടെ ഡയറക്ടർ ബാസിൽ, അവനക്ക് ഇത് അവൻ്റെ കൂടെ ഒരു മൊബൈൽ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അവനക്ക് എല്ലാ വോയിസ് മെസ്സേജ് ഞാൻ he sent to me the voice message so that I can go word by word the intonation of this thing. Because only when we study the language and the tone of it, sometimes pronunciation എനിക്ക് കുറച്ച് തെറ്റായാൽ കുഴപ്പമില്ല. ഈ ക്യാരക്ടർ എന്താ വെച്ചാൽ ഇവൻ്റെ ക്യാരക്ടർ അങ്ങനെ ഉണ്ട്. ഞാൻ പുറത്ത ആളാണ്, ഇവിടെ സെറ്റിൽഡ്, പക്ഷെ പുറത്ത ആളാണ്. അതൊരു ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ആയെങ്കിലും എൻ്റെ ഒരു വർക്ക് ഉണ്ടല്ലേ, അത് ചെയ്താൽ കംപ്ലീറ്റ് ഓഡിയോ എല്ലാം കേട്ടിട്ട് എവറി സിംഗിൾ വേർഡ് ഇവൻ എന്തിനാ ഇങ്ങനെ, പിന്നെ ഞാൻ മാർക്ക് ചെയ്യും എൻ്റെ ഒരു ലാംഗ്വേജിൽ. അത് മാർക്ക് ചെയ്തിട്ട് അത് ഹൈഫനും അത് കൊമവും എല്ലാം വെച്ചിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇവരുടെ ലാംഗ്വേജിലെ പ്രൊണൗൺസിയേഷനിൽ ഇതെല്ലാം മാറ്റമുണ്ട്. പിന്നെ താള് കന്നഡത്തിൽ എഴുതും. അപ്പോൾ എവറി വേർഡിൻ്റെ ഇൻറ്റോനേഷൻ കന്നഡത്തിൽ എങ്ങനെ നോർമലി ഹൗ വിൽ ബി സേ ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ്, ഓ ഇതാണ് ഡിഫറൻസ്, ഓക്കെ. So that is the study that I could do, and that's the reason like I found it easy on set. പിന്നെ sync sound ആണ്, ഡബിങ് ചെയ്യാൻ പറ്റത്തില്ല അതിന്. അത് അതിന് ശേഷം വന്നിട്ടുള്ള മലയാള സിനിമകളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ടർബോയിൽ വരുന്നു, കൊണ്ടൽ വരുന്നു. ഓഫ് കോഴ്സ് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇമോഷൻ കിട്ടില്ലെങ്കിൽ നമുക്കത് ഒരു വേർഡ് മാത്രമല്ലേ. ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് ഇമോഷൻ കിട്ടില്ലെങ്കിൽ അത് വേർഡ് മാത്രമാണ്. പക്ഷെ എനിക്ക് അത് മനസ്സിലായാൽ ഓക്കെ വാട്ട് ആം ഐ സ്പീക്കിംഗ്, what is coming from me, അപ്പോൾ എല്ലാം നാച്ചുറൽ ആയിട്ട് വരും.
എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഇടയിൽ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഗരുഡഗമന ഋഷഭവാഹനയിലെ ശിവയോടാണ്. അത് പിന്നീട് വന്നിട്ടുള്ള കഥാപാത്രങ്ങളെയൊക്കെ ആളുകൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ടൊരു കമ്പാരിസൺ വന്നിട്ടുണ്ടോ? അത് എപ്പോഴെങ്കിലും ഒരു ബാരിയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയില്ല, ഇത് പറയാ ചെറുതായിട്ട് ഒരു 2-3 പടം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ഓക്കെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. അവർ കമ്പയർ ചെയ്യട്ടെ, അത് ഓക്കെ. എല്ലാ ക്യാരക്ടറും ശിവന്റെ പോലെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് ഒരു സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒന്ന് മുട്ടയെ കത്തെ പടം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇമാജിൻ ഐ എം ഡൂയിങ് ഒന്ന് മുട്ടയെ കത്തെ പാർട്ട് 2. അപ്പോൾ ഞാൻ ശിവന്റെ ക്യാരക്ടർ എന്തിനാ ആ പടത്തിൽ? പടത്തിക്ക് വേണ്ടി നമ്മൾ ക്യാരക്ടർ ചെയ്യുള്ളത്, ജസ്റ്റ് നോട്ട് ടു ഡെക്കറേറ്റ് ആർ സെൽഫ്. വി ഡോണ്ട് ഡു ദ ക്യാരക്ടർ അല്ലേ. ഈ ക്യാരക്ടർ എന്താ വേണോ അത് ചെയ്യുന്നത്. ആ ശിവ ഇത് കമ്പയർ ചെയ്യും, ഇപ്പോൾ എന്തായെങ്കിലും ഡാൻസ് കളിക്കുന്നു അങ്ങനെ ചിന്തിച്ചാൽ അത് മോശമല്ലേ. അപ്പോൾ ദ ക്യാരക്ടർ ഓർ ആക്ടർ ബിക്കംസ് ബിഗർ ദൻ ദ ഫിലിം ഓർ സ്റ്റോറി. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ എനി സിനിമ. ഈ കന്നഡ സിനിമയ്ക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായിട്ട് വളരെ വലിയ റാപ്പിഡ് ആയിട്ടുള്ളൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അത് കൊമേഴ്ഷ്യലി ആണെങ്കിൽ പോലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് അതിന് മാറാൻ പറ്റിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ പെഡ്രോ പോലെ അല്ലെങ്കിൽ തിഥി പോലെയുള്ള കഥാമൂല്യം ഭയങ്കരമായിട്ടുള്ള ഒരു ഫേസ്. പെഡ്രോ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഫെസ്റ്റിവലിൽ വന്നിട്ടാണ് കണ്ടത്. അപ്പം അത്തരം ഒരു സിനിമകളെ കൂടെ ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കന്നഡ സിനിമ വളരെ പെട്ടെന്നാണ് മാറുന്നത്. ആ ഒരു മാറ്റത്തിനെ ഇപ്പോൾ എങ്ങനെയാ കാണുന്നത്? ഞാൻ ഒരിക്കലും ഹാപ്പി ഒന്നുമല്ല. അത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഇനഫ്. We can do a lot better. We are trying to do. As an industry, we are trying to do better films. Kana namak. I think we'll be able to answer, at least I'll be able to answer after 5 years. Okay. Give us 5 years, I'll work a little more Kannada padathikku vendi, illengil Indian padathikku vendi. We'll work little more. Let's see. ഇതിനൊക്കെ ഇൻസ്പയർ ആയിട്ടുള്ളത് മലയാളം സിനിമകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് അൻവർ റഷീദിൻ്റെയൊക്കെ പ്രൊഡക്ഷനിൽ വരുന്ന, സംവിധാനത്തിൽ വരുന്ന സിനിമകൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം മലയാള സിനിമ കന്നഡ ഇൻഡസ്ട്രിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പം കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു? അല്ല, എല്ലാ ലാംഗ്വേജിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ലാംഗ്വേജ് ബാരിയർ വരില്ല. ഇപ്പോൾ ഏത് നല്ല പടമായാലും അത് ഇൻസ്പയർ ചെയ്യും. ആ ഒരു ക്വാളിറ്റി ഒരു ആർട്ടിസ്റ്റിക്കും പിന്നെ ഒരു ഡയറക്ടർക്കും വേണം. ഞാൻ ആദ്യം മുതൽ ഇപ്പോൾ ഫസ്റ്റ് തിയേറ്ററിൽ പിന്നെ പ്രേമം അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ് അല്ലെങ്കിൽ ഉസ്താദ് ഹോട്ടൽ കാണുമ്പോൾ ഇത് നല്ല പടമാണ്, അപ്പോൾ ദിസ് ഗുഡ് സിനിമാസ്. ഐ തിങ്ക് മഹേഷിൻ്റെ പ്രതികാരം, ദീസ് ആർ ഗുഡ് സിനിമാസ്. ഐ നീഡ് ടു ലൈക്ക് ഐ എം എൻജോയിങ് ദിസ് ഓൺ സ്ക്രീൻ. സോ അങ്ങനെ നമുക്ക് വന്നത് അത് ഓക്കെ, ഇങ്ങനത്തെ പടം ചെയ്യണമല്ലേ. സോ ഐ തിങ്ക് ദാറ്റ് ഇൻസ്പിറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ലൈക്ക് സംബഡി ഈസ് ഡൂയിങ് ഗുഡ്, വി ക്യാൻ ഡു ഗുഡ്, വി ക്യാൻ ട്രൈ ടു ഡു ബെറ്റർ. So that is how, it's not competition also. Somebody has showed, okay, we can walk in this path. Okay, let's try to walk in the same path or in the path that we believe. Many a times a good film will inspire you to be the person you are. Okay. Adu okay, ingane copy cheyano angane onnu padikkilla. So you are absolutely fine the way you are. Do what you are doing because we did what we believe in. Ipo Kishkinda Ganam കാണുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല, സോറി. ഇപ്പോൾ ആരായെങ്കിൽ അവിടെ ആ പടം കണ്ടിട്ട് ഇൻസ്പയർ ചെയ്താൽ എന്താ അവരുടെ ഇത് തോട്ട്സ് വരും. ഞാനും ഇവിടെ ഇങ്ങനെ ഒറിജിനലായിട്ട് ചെയ്താൽ ആൾക്കാർ അത് ഇഷ്ടപ്പെടും, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ഇൻസ്പിറേഷനാണ്. അത് അഫ്കോഴ്സ് മലയാളം ഇൻഡസ്ട്രി ഹാസ് ഇൻസ്പയർഡ് മെനി പീപ്പിൾ. ലൈക്ക് ഈവൻ നൗ ഇറ്റ്സ് റൈറ്റ് നൗ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഓൺ ദ ഗ്രേറ്റസ്റ്റ് ട്രാക്ക്. പക്ഷേ ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 2 സിനിമകൾ, ഇപ്പോൾ തിഥി ആണെങ്കിലും പെഡ്രോ ആണെങ്കിലും, അത് ആളുകളെ ഈ പറഞ്ഞ പോലെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ പെഡ്രോയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് വി ഗെറ്റിംഗ് അനദർ ഫീലിംഗ് ലൈക്ക് അത് പെഡ്രോ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫീലും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരം സിനിമകൾ ഒരിക്കലും കൊമേഴ്ഷ്യൽ ആവാനോ അല്ലെങ്കിൽ വൈഡർ ഓഡിയൻസിലേക്ക് എത്താനോ പറ്റുന്നില്ല. അപ്പം മലയാളത്തിലാണെങ്കിൽ പോലും ഒരുപാട് സിനിമകൾക്ക് അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാകും. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എല്ലാം അങ്ങനെയല്ലേ. എന്താ വെച്ചാൽ ഇപ്പോൾ ബിരിയാണിക്കും കേർഡ് റൈസുക്കും 2 ഐറ്റമുക്കും സെയിം കസ്റ്റമേഴ്സ് വേണു പറഞ്ഞാൽ, സെയിം റേറ്റ് വെക്കാൻ പറ്റു പറഞ്ഞാൽ അത് ഇതല്ല, എന്താ അത് ഫീസിബിൾ അല്ലേ. ഇപ്പോൾ ഈവൻ ഇൻ ഹോളിവുഡ്, ലൈക്ക് ഡു യു തിങ്ക് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഗ്രേറ്റ് ഫിലിംസ് മേക്ക് ദ മോർ മണി? നോ. ലൈക്ക് ദ ഫ്രാഞ്ചൈസസ് മേക്ക് മോസ്റ്റ് ഓഫ് ദ മണി. ബിസിനസ് വേറെ, ആർട്ട് വേറെയാണ്. ചില സമയത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യുക, so we try to do business. Those are very different kind of films.
ചില സമയത്തിൽ I think I want to explore a little more. Then I would do a film like Swati Muttinamalehani, which is not at all commercial, which is very personal for me. But I want to do that film right now when I'm successful, because later I may not be able to do that. Like, that's the reason I did that. ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ലൈക്ക് വെൻ യു സ്റ്റാർട്ടഡ് ആ ഇൻഡസ്ട്രി തന്നെ അങ്ങനെ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ആദ്യത്തെ സെറ്റിൽ പോകുന്ന സമയത്ത് യു ഗോഡ് എ സെറ്റ് ആൻഡ് ലൈക്ക് യു ആർ ലൈക്ക് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ദി ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദിസ് കൈൻഡ് ഓഫ് മൂവീസ്. ഇപ്പം ഉന്തുമുട്ട കഥയാണെങ്കിലും അങ്ങനെ ഒരു കഥയെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നില്ല. there you are putting it out and like ആളുകൾ അതിനെ കാണുന്നു, അതിൽ റീമേക്കുകൾ മലയാളത്തിലുണ്ടാവുന്നു, ഹിന്ദിയിൽ സിമിലർ ആയിട്ടുള്ള സിനിമകൾ വരുന്നു. അപ്പം ഈ ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഫാക്ടർ എന്തായിരുന്നു ആ സമയത്ത്? വാട്ട് വാസ് യുവർ ഫീലിംഗ് വെൻ യു ആക്ച്വലി ഡിസൈഡഡ് ടു ഡു ദാറ്റ് മൂവി? ഇഗ്നറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രി അറിയില്ല, മാർക്കറ്റ് അറിയില്ല, അത് നല്ലതാണ്. അപ്പോൾ വരുമ്പോൾ ആര് പറഞ്ഞാലും എനിക്ക് ഇതെന്താ, ഇത് സ്ക്രിപ്റ്റ് നല്ലതല്ലേ, ഇത് കോമഡി ഇല്ലേ, ഇതെന്താ ഓക്കെ, ഇതൊക്കെ അല്ലേ, ഇത് ആൾക്കാർ കണ്ടാൽ they will smile, they will laugh. അത്രേ ഉള്ളൂ. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മണ്ടത്തരാണ്. അത് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓക്കെ ഐ ബ്രേക്ക് ദ നത്തിങ്. ഫോർ മീ ഇറ്റ് വാസ് എ കമേഴ്ഷ്യൽ ഫിലിം. ആൾക്കാർ പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി, ഓ ഇത് അങ്ങനത്തെ പടമല്ല, ഇതൊരു ഡിഫറെൻറ്റ് ട്രൈ ആണ്. എനിക്കറിയില്ലായിരുന്നു അത് എനിക്ക് കോമഡിയാണ്. ഞാൻ വിചാരിച്ചു ആൾക്കാർക്കും കോമഡി ആയിട്ട് തോന്നുന്നു. ആക്ച്വലി അങ്ങനെ തോന്നി. അതൊക്കെയല്ലേ പടം ഹിറ്റായി. ഗരുഡഗമനം ചെയ്യുമ്പോൾ എപ്പോഴും എന്താ ലാസ്റ്റ് ഒരു ഫൈറ്റ് ലാസ്റ്റ് അങ്ങനെ വേണ്ട. നമുക്കൊരു പടം ഡെവലപ്പ് ചെയ്യുക, അത് സ്ട്രക്ചർ വേണ്ട. നോർമലി 3 ആക്ട് സ്ട്രക്ചർ ചെയ്യും. ഇവിടെ ഇൻസൈറ്റിങ് ഇൻസിഡന്റ് ആണ്, ഇതാണ്. ബട്ട് അത് എഴുതുമ്പോൾ ഞാൻ അത് വേണ്ട, എനിക്ക് മടുത്തു. ഞാൻ ഒരു പടം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ ചാർലി എഴുതി അതിനു മുമ്പ് സർക്കാർ ഏരിയ പ്രാഥമിക ശാല എഴുതി. അപ്പോൾ ആ ഒരു റെപ്യൂട്ടേഷൻ വന്നു എനിക്ക്. ആ ഒരു 3 ആക്ട് സ്ട്രക്ചറുടെ ഒരു റെപ്യൂട്ടേഷൻ വന്നു അല്ലേ. അപ്പോൾ അതൊന്നും വേണ്ട, എനിക്കൊരു എപ്പിസോഡിക്കൽ ചെയ്യുക. സോ അവരുടെ ചൈൽഡ്ഹുഡും പിന്നെ അവരുടെ ഇതും പിന്നെ അത് ക്ലൈമാക്സ് എന്താ എനിക്കും അറിയില്ല, ഒന്നും അറിയില്ല, വെറുതെ എഴുതിയിട്ട് പോവുക. അപ്പോൾ അത് ചെയ്തു. അതാണ് ഗരുഡഗമനത്തിൻ്റെ എക്സ്പെരിമെന്റ്. എനിക്കെങ്ങനെ അറിയോ ഓക്കെ ആൾക്കാരുണ്ട് ഡിഫറെൻ്റ് ആയിട്ട് പടം ഒന്നും, എനിക്ക് മടുത്തു, ഞാൻ അത് ചെയ്തു, അത് വേണ്ട. പിന്നെ അതിൻ്റെ ശേഷം സ്വാതി മുത്തനമലയെ ചെയ്യുമ്പോൾ ഒരു ഗാങ്സ്റ്റർ ചെയ്തു, ഒരു കോമഡി ചെയ്തു. ഇപ്പോൾ ഒരു ഡെഡ് സീരിയസ് മൂവി ചെയ്യുന്നത് എങ്ങനെ എനിക്കറിയില്ല. അതിൻ്റെ സ്ട്രക്ചർ ആർക്കറിയാം. ഓക്കെ എനിക്കിത് ഇഷ്ടമാണ്, അത് ഇങ്ങനെ എഴുതി. ബട്ട് ഇപ്പോൾ ആക്ച്വലി ദ മോസ്റ്റ് പീപ്പിൾ പേഴ്സണലി റിലേറ്റഡ് വാസ് അബൌട്ട് സ്വാതി മുത്തനമലയെ. സോ ഐ തിങ്ക് അങ്ങനെ ഇത് ഒരു പ്ലാൻ ഇല്ലാത്ത ലെറ്റ്സ് ഡു ഇറ്റ്, ദാറ്റ്സ് ഓൾ. ഇത് പക്ഷെ ആളുകളിലും ഈ പറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഇമോഷൻ ആണ് ഇത് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. എന്റെ ഉള്ളിൽ ആ ഇമോഷൻസ് വരുമ്പോൾ ആൾക്കാർക്ക് 100% വരും. ഞാൻ ഐ ആം ഓൾസോ ഹ്യൂമൻ ബീയിങ്. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ആർട്ട്. വെൻ യു ക്രിയേറ്റ് ഇറ്റ്, യു എൻജോയ് ഇറ്റ് ഫസ്റ്റ് ആൻഡ് യു ഹോപ്പ് ദാറ്റ് പീപ്പിൾ ആർ ലൈക്ക് യു. Absolutely people are like you. You are not a great human being. You are just like everybody else. Everybody are like you. So that's the reason I create something and they watch and hey, we felt the same thing what you felt. That is success, that's all. Okay. When you think that what would market think, what would them think, what would that, then like there is a lot of problem. That gives more stress. അങ്ങനെയാണോ? It's not even about stress. It's a second hand thinking. For example, what is your name? Chandra. Chandra needs to think like Chandra. Yes. That's a very easy thing. Yes. Chandra needs to think how Raj would think. Okay. It's second hand only. Yes. So you don't know how actually I think. You cannot know at all. I can just assume. Assume. Yes. So we assume and think that okay, people are thinking like that. That is actually very degrading only. Yes. ആൾക്കാർ അത്ര സിമ്പിൾ ഒന്നുമല്ല. ആൾക്കാർ കോംപ്ലക്സ് ആണ്. നമ്മളും കോംപ്ലക്സ് ആണ്. എല്ലാവരും കോംപ്ലക്സ് ആണ്. അപ്പോൾ the simplest thing is okay, Chandra likes it. Chandra does it. Okay. I mean ചില പേരുകളുണ്ട് അവർ ചന്ദ്രയുടെ പോലെ. അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ചന്ദ്രയുടെ പോലെ വേണ്ട നമുക്ക്. ചെറിയ പെർസെന്റ് ആവും മതി. But we are happy with it. Oh, absolutely happy with it. എന്റെ പോലെ ആൾക്കാരുണ്ടല്ലേ പിന്നെന്താ. അത് നമുക്കിപ്പോൾ പൊതുവേദികളിലൊക്കെ ചെല്ലുമ്പോഴേ തരുന്ന ഒരു വാംത്ത് ഉണ്ടാവുമല്ലോ, നമുക്ക് കിട്ടുന്ന ഒരു റിസപ്ഷൻ, നമ്മളിലുള്ള ഒരാളായിട്ട് ആളുകൾ കാണുന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമോ? അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ്? കേരളത്തിന്റെ റെസ്പോൺസ് കേരളത്തിലാണെങ്കിലും വേറെ ഓഫ് കോഴ്സ് ലൈക്ക് അതാണ് സിനിമയുടെ ഒരു പോസിബിലിറ്റി. അത് എല്ലാ ബാരിയറുടെ
actually it will break the barrier and make you so very close to them. And that's the beauty of cinema, and I'm very lucky to be a filmmaker. Very, very lucky to be a filmmaker, because the moment I speak to somebody, I don't need to introduce myself if they have watched my film. Okay. Because I directly can ask, like, വീട്ടിൽ എങ്ങനെയുണ്ട് എല്ലാവരും, ബ്യൂട്ടി അല്ലേ, Yes. എല്ലാവരും ഇല്ലെങ്കിൽ യാരാ പേരെന്താ, സോ ഐ നീഡ് ടു തിങ്ക്. ദറ്റ് ഇസ് നോട്ട് ദ കേസ്. വീട്ടിൽ എല്ലാവരും ഓക്കെ അല്ലേ, നിങ്ങൾ ഹാപ്പി അല്ലേ, യു ക്യാൻ ആസ്ക് റാൻഡംലി. ഐ തിങ്ക് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് സിനിമ, ആൻഡ് പീപ്പിൾ ഹാവ് ഗിവൺ മീ ഇനഫ് ലവ്. കേരളത്തിലെ സ്പെസിഫിക് ഓഡിയൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്? തിയേറ്ററിൽ പോയിരുന്നു ഞാൻ. നമ്മുടെ ടർബോന്റെ തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ പോയിരുന്നു. അപ്പോൾ ഞാൻ നെട്ടുപോയി, എന്താ റെസ്പോൺസ്. അയ്യോ, ഞാൻ ഒരു ചെറിയ ആക്ടറല്ലേ. You made a huge impact on that. Like, അങ്ങനെ ഒരു വില്ലനിസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലൈക് മലയാളി ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഫെമിലിയർ ആയിരിക്കില്ല. അറ്റ് ദാറ്റ് പോയിന്റ് ലൈക്ക് യു ആർ ദ ബ്രൂട്ടൽ വില്ലൻ ഇൻ ദാറ്റ്. അപ്പൊ അത് ആളുകളുടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. ഞാൻ മാത്രല്ലല്ലോ അതില്, എഴുതുകാരന്റെ വർക്ക് ഉണ്ട്, മിഥുന്റെ, പിന്നെ ഡയറക്ടറുടെ വർക്ക് ഉണ്ട്, സിനിമാറ്റോഗ്രാഫറിന്റെ വർക്ക് ഉണ്ട്, കോസ്റ്റ്യൂമറുടെ വർക്ക് ഉണ്ട്, എല്ലാ വർക്കും ഉണ്ട്. വെറുതെ ആൾക്കാർക്ക് എൻ്റെ പേരും എൻ്റെ മുഖവും കാണും, പക്ഷെ എനിക്കറിയില്ല അതിന്റെ സത്യം എന്താണ്. യു ഓൾവേസ് ട്രൈ ടു സ്ട്രെസ് ഓൺ ദ വേർഡ് റൈറ്റർ. ലൈക്ക് എപ്പോഴാണെങ്കിലും സിനിമയിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സെലിബ്രേറ്റഡ് ആവുന്നത് അതിന്റെ റൈറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം യു ആർ യുവർ സെൽഫ് ഇസ് എ റൈറ്റർ ആൻഡ് യു ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ പീപ്പിൾ ലൈക്ക് യു ആർ ദ റൈറ്റർ ഓഫ് ദ മൂവി കൈൻഡ് ഓഫ്. അപ്പൊ കേരളത്തിലാണെങ്കിലും ഇപ്പം ശ്യാം പുഷ്കറിനെ പോലെയുള്ള റൈറ്റേഴ്സ് വരുന്നു, റൈറ്റേഴ്സിന് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടാവുന്ന അത്രത്തോളം ഒരു സെലിബ്രേഷൻ ബാക്കി സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നത്. അതിനെ എങ്ങനെയാ കാണുന്നത്? അത് നല്ല ഡെവലപ്മെന്റ് ഒന്നുമല്ല, പക്ഷെ എല്ലാ ഇൻഡസ്ട്രിക്കും അതിൻ്റെ ഒരു ബേസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കണ്ടന്റ് റൈറ്റർ ബേസ്ഡ് ഇൻഡസ്ട്രി ആയാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്റ്റാർ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. ഇത് ശരി, അത് തെറ്റ്, അങ്ങനെ ഒന്നുമില്ല. എന്താ വെച്ചാൽ അവിടെ ആക്ച്വലി കണ്ടന്റ് ഡസൻറ്റ് ആക്ച്വലി ഗെറ്റ് യു മോർ ടിക്കറ്റ്സ്. Stars get you more tickets. If you associate this star, like, if content does the same thing there, then writer will get this thing, what due credit that he should get. അതേ പറഞ്ഞു, എന്നെ കുറച്ചും കൂടി ടൈം കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ. ഈ രുധിരം എന്നുള്ള സിനിമയിലേക്ക് വരുമ്പം അതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടീമാണ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു കംഫർട്ട് സോണിന് ഒരു ബ്രേക്ക് ചെയ്യലും കൂടെയല്ലേ പുതിയ ടീമിലേക്ക് വരുന്ന സമയത്ത്? How well Malayalam industry received you at that point? Absolutely well. I don't think I told her, many times I think they might not recognize the person. They might have be thinking oh, this is somebody else. അത്ര ഒരു റെസ്പെക്റ്റ് ആണ് ഇവിടെ. എനിക്ക് എന്തിനാ ഇത്ര റെസ്പെക്ട്? I think it's because of the film that we have made. We have, in the sense, my team has made. അതിൻ്റെ മുഖം ഞാനാണ്, അതിൻ്റെ ഫേസ് ഞാനാണ്. പക്ഷെ അതിൽ കുറേ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അത്ര ഒരു ബഹുമാനം കിട്ടുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇവർക്ക് എൻ്റെ I shouldn't be a problem to them. I should do the very best to the script they have written. I should do the very best in the promotion that I am coming, because I need my producer to survive. I need my producers to win. So if not the case, I think it's a big loss to the whole industry. So I think we'll be able to do that. Let's see. ഈ സിനിമയാണെങ്കിൽ വളരെ ചെറിയ ഒരു സെറ്റാണ്. അതായത് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ അതിൽ ഒരുപാട് ആക്ടേഴ്സ് ഇല്ല, വളരെ ചെറിയ ക്രൂ, ലൈക്ക് കാസ്റ്റ് വളരെ ചെറുതാണ്. കുറച്ച് ആളുകളുടെ കൂടെ ഒരു ചെറിയ സ്ഥലത്ത് സംഭവിക്കുന്നതാണ്. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും, ലൈക്ക് സ്വീറ്റ് മെമ്മറീസ് എന്തെങ്കിലും ഷെയർ ചെയ്യാം? സ്വീറ്റ് അല്ല, അത് നല്ല ചൂടുള്ള ഇതാണ്, പ്ലേസ് ആണ്. പിന്നെ എനിക്കൊരു സ്വെറ്റർ കൊടുത്തു 45 ഡിഗ്രിയിൽ. പിന്നെ അത് തണുപ്പുള്ള ജാഗം, പടത്തിൽ അത് തണുപ്പുള്ള ജാഗം. പക്ഷെ എനിക്ക് അവിടെ നല്ല ചൂട്. പിന്നെ ആ ചൂടില് ഇപ്പോ നമ്മുടെ ഔട്ട്ഡോറിൽ ഫൈറ്റും സോ ഫോളിങ്ങും റോളിങ്ങും എല്ലാം ചെയ്യുമ്പോൾ ബട്ട് ഐ തിങ്ക് ഐ സർവൈവ്ഡ്. ദാറ്റ്സ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ അതിൻ്റെ പെർഫോമൻസ് ബാധിച്ചിട്ടില്ല. So it didn't affect the performance that the actors are putting or I was trying to portray. So I think that's the best part of the whole thing. But now when I see the film, I exactly know why that location
was selected because location is a very important part of the film. Yes. So അങ്ങനെ മനസ്സിലായാൽ അത് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, കാണാം. ഓക്കെ. അതിൽ ഇതേപോലെ തന്നെ പാരലലി കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്സും കൂടെ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് ഹൗ പീപ്പിൾ ആർ ബീങ് ഫൊഗോട്ടൺ. ലൈക്ക് അതിലൊരു സ്ത്രീ വന്നിട്ട് പറയുന്നുണ്ട്, ഞണ്ടൊന്നും അല്ലല്ലോ മനുഷ്യനല്ലേ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണാതാവപ്പെടുന്നു എന്നൊരു സിറ്റുവേഷൻ, കാടുകൾ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ, അത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങളെയും കൂടെ അത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഹൗ സ്ട്രോങ് ഇസ് ദ നെറേറ്റീവ് ഇൻ ദാറ്റ്? Narrative is very strong. I don't think like the thing that you have addressed is there in the film, but the whole narrative goes behind that proverb, the axe forgets but the tree remembers. അത് ഒരു വലിയ ഫാക്ടറാണ്. എന്താ വെച്ചാൽ നമുക്ക് ഒരു വാക്ക് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അത് സോഫ്റ്റായിട്ട് പറയാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എനിക്ക് അത് ഓർമ്മയിൽ ഉണ്ടാവില്ല. പക്ഷേ ബാധിച്ചിട്ടുള്ള ആൾക്ക് അത് വലിയ വേർഡല്ലേ, അവൻ്റെ കോൺഫിഡൻസ്. ഇപ്പോഴത്തെ അനദർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എന്താ, if the person is in an absolute depression state which you cannot see, your words can kill that person. So he might go and do something to himself, but you are not at all responsible. He might not even think that you said something. He might think the world is a bad place. ആ ഒരു നെറേറ്റീവ് ഉണ്ട്, ബാധിക്കരുത്. ഐ മീൻ എവറിബഡി ഈസ് ഹ്യൂമൻ ബീങ്സ്, ഡു നോട്ട് ഹേർട്ട് ദം. ഇഫ് യു ഹേർട്ട് ദം, ദ ആക്സ് ഫോർഗെറ്റ്സ് ബട്ട് ദ ട്രീ റിമെമ്പേഴ്സ്. അതാണ് സ്ട്രോങ് നെറേറ്റീവ് ഉണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു അതേ ഒരു നറേറ്റീവിലാണ് ഇപ്പം മലയാള സിനിമയാണെങ്കിൽ പോലും പീപ്പിൾ ആർ വെരി കോൺഷ്യസ് അബൌട്ട് ദിസ് ഫാക്ടർ. ലൈക്ക് വാട്ട് എവർ യു ആർ പ്രസന്റിങ് ഷുഡ് നോട്ട് ഹേർട്ട് അനദർ പേഴ്സൺ. അതിനെ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ ടേംസിലും യൂസ് ചെയ്യാറുണ്ട്. അത്തരം ഒരു ഫോക്കസ് സിനിമകൾ, അത്തരം ഒരു റെസ്പോൺസിബിലിറ്റി സിനിമകൾ എടുക്കണം എന്നുള്ളത് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി അങ്ങനെ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ബിക്കോസ് ഇഫ് സിനിമ ടേക്സ് ദ റെസ്പോൺസിബിലിറ്റി, വേർ ഡസ് മീഡിയ ടേക്സ് ദ റെസ്പോൺസിബിലിറ്റി വെൻ ദേ പുട്ട് തംബ്നെയിൽ? അല്ലേ, തംബ്നെയിലും അതിൻ്റെ കണ്ടന്റുക്കും ബന്ധം ഇല്ലാത്ത തംബ്നെയിൽ വരും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് പോകും? എവറിബഡി ഹാസ് ദിസ്. ഐ തിങ്ക് എവറിബഡി, ഇഫ് media, if cinema has it, everybody should have. Our politicians should have. Our government officials should have the same thing. But we excuse them. But just because it's a very influencing media, like we cannot put the whole education of the society on cinema. Yeah. Absolutely we cannot put. Yes. I think cinema should be free, and cinema should tell what the director wants to, and audience should be able to dissect it, comment it, criticize it, or protest against it. Absolutely everything is fine. Yes. But we should have that freedom, I think. ഇല്ലെങ്കിൽ ഞാൻ എത്ര ഇത് വായിച്ചിട്ടുണ്ട്, എത്ര ഇപ്പോൾ ഇംഗ്ലീഷിലായെങ്കിൽ എത്ര തംബ്നെയിൽ വായിച്ചിട്ടുണ്ട്, എത്ര ഹെഡ്ലൈൻ വായിച്ചിട്ടുണ്ട്. അത്ര ഒരു ഇറ്റ്സ് സോ ഇൻസൾട്ടിങ്, ഇറ്റ്സ് സോ ഡിഗ്രേഡിങ്, ബട്ട് ദ കണ്ടന്റ് ഈസ് നോട്ട് ദാറ്റ്. So that is how we have come to this place. But in this place, if cinema should be the only one to educate everyone, I don't think it's very fair. ഇപ്പം സിനിമയിൽ വരുന്നതിന് മുന്നേ ഉള്ള ഒരു രാജ്വി ഷെട്ടി ഉണ്ട്, സിനിമയിൽ വന്നതിന് ശേഷമുള്ള രാജ്വി ഷെട്ടി ഉണ്ട്. ഈ രണ്ട് വ്യക്തികളെ സിനിമ ഓഫ് കോഴ്സ് അത് ബാധിച്ചിട്ടുണ്ടാവും, പല രീതിയിൽ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു ഗുഡ് ചേഞ്ച് എന്ന് തോന്നിയത് ഗുഡ് ചേഞ്ച് അല്ലേ? ഗുഡ് ചേഞ്ച് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഓപ്പൺ ഹ്യൂമൻ ആണ്. ഇപ്പോൾ വേറെ വേറെ ആൾക്കാർ കിട്ടുമല്ലേ, ഐ ക്യാൻ മീറ്റ് യു, ഐ ക്യാൻ മീറ്റ് ഹിം, ഐ ക്യാൻ മീറ്റ് എവറിബഡി. എൻ്റെ ഈ ഡേയിൽ ഒരു 100 പീപ്പിൾ മീറ്റ് ചെയ്തു. എല്ലാവരുടെ മുഖച്ഛായ വേറെയാണ്, കൾച്ചർ വേറെയാണ്, ചോദ്യങ്ങൾ വേറെയാണ്. ഐ തിങ്ക് ദാറ്റ്സ് ബ്യൂട്ടി ഓഫ് സിനിമ, ആൻഡ് ഇറ്റ് മേക്സ് യു എ ലിറ്റിൽ മോർ ഓപ്പൺ. എവറിബഡി ഈസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ഇൻ ദെയർ ഓൺ വേ. ഐ തിങ്ക് ദാറ്റ് ഐ ഹാവ് ലേൺഡ്. ഐ ലവ് സിനിമ സെറ്റ്സ്, ഐ ലവ് ദ എവറി പാർട്ട് ഓഫ് സിനിമ. പ്രൊമോഷൻ കുറച്ച് കുറവ്, പക്ഷെ അതിന് വിട്ട ലൈക്ക് വേറെ എല്ലാം ഐ തിങ്ക് ഐ ലവ് ഇറ്റ്. സോ ഐ ക്യാൻ മീറ്റ് പീപ്പിൾ, ഐ ക്യാൻ ഡിസ്കസ് അബൌട്ട് ഫുഡ്, ഡിസ്കസ് അബൌട്ട് ഡോഗ്സ്, വെതർ എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിൽ, അത് കേൾക്കാൻ പറ്റും. ഐ ലവ് സിനിമ. യു ക്യാൻ എക്സ്പ്ലോർ ദ ബൗണ്ടറീസ്. പിന്നെ നമ്മുടെ സ്റ്റോറിയിലും ഉണ്ടല്ലേ. ഇപ്പോൾ എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ മാത്യുവിടെ പോലെ ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവൻ്റെ സൈക്കോളജി മനസ്സിലാവും. വെദർ ഐ റിലേറ്റ് ടു ഇറ്റ്, whether I want to be it, that's a very different question. Whether I justify it, that is not the thing. But whether you can understand him, then it makes you a lot
പീസ്ഫുൾ ഹ്യൂമൻ ബീങ്. ഓക്കെ. ഓക്കെ, ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ശരിയല്ലേ? സ്വാതിയുടെ പോലത്തെ ആൾക്കാർ ഉണ്ടാവും. സ്വാതി പറഞ്ഞ ആൾക്കാർ ശരിയല്ലേ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. So these are the things that we learn through the characters. That makes you a little more open, I think. Okay. 2024 എൻഡ് ചെയ്യാണ്. ആൻഡ് ഒരുപാട് സിനിമകൾ ഇപ്പോൾ മലയാളത്തിൽ തന്നെയാണെങ്കിലും ബെസ്റ്റ് മൂവീസ് വന്നിട്ടുള്ള ഒരു വർഷമാണ്. കൊമേഴ്ഷ്യലി ആണെങ്കിലും അല്ലെങ്കിലും ക്രിട്ടിക്കലി ആണെങ്കിലും ബെസ്റ്റ് മൂവീസ് വന്നിട്ടുള്ള വർഷമാണ്. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവുന്ന ആളായിരിക്കും. ഈ ഒരു വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട് റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യം തോന്നുന്ന ഒരു സിനിമ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഷെയർ ചെയ്യാം. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള പടത്തിൽ മഞ്ജുമൽ ബോയ്സിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഐ തിങ്ക് പീപ്പിൾ ക്യാൻ വാച്ച് ഇറ്റ് because of so many things, how well it was made. ഇപ്പോൾ ആ സ്റ്റോറി ആരുടെ അടുത്ത് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് any commercial producer would be able to invest to it. But there was a vision of the director, how to show it, how to make it friends will go and somebody will fall and they will rescue. That's one-liner. Yes. It's not the regular commercial one-liner, but how well they made the film, how well they shot, how well they they gave character to every single person. I think I would ask the world to watch that film. Okay. So thank you so much for this time and your valuable words. Thank you. Thank you so much. Thank you so much.